കേരളത്തിലെ രാഷ്ട്രീയ കക്ഷിയായ PDPയുടെ നേതാവ് അബ്ദുൽ നാസർ മദനി എവിടെ? വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തുടർ ചികിത്സകളും ഡോക്ടർമാരുടെ പ്രത്യേക നിരീക്ഷണവുമായി അദ്ദേഹം കുറെ കാലമായി ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്തകൾ പുറത്തുവരാത്തത് ചർച്ചയാകുന്നു. ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് സുരക്ഷാ ഭടന്മാരുടെ നിയന്ത്രണത്തിൽ വന്നിറങ്ങുന്ന നേതാവ്, മൈക്കിലൂടെ തീ തുപ്പുന്ന പ്രസംഗങ്ങൾ, അത് കേൾക്കാനും കൈയടിക്കാനും ഒരു പുരുഷാരവം പിറകെ പായുന്നു. ഉരുക്കുകല്ലുപോലെ പതിനായിരങ്ങളെ ആകർഷിക്കുന്ന ആ പ്രാസംഗികന്റെ പേര് അബ്ദുൽ നാസർ മദനി എന്നാണ്. 90കളിൽ മലബാറിലെല്ലാം മദനി പങ്കെടുത്ത പൊതുയോഗങ്ങൾ അങ്ങനെയാണ്. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷിയായ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് 1998 കോയമ്പത്തൂർ ബോംബ് സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി 9 വർഷം വിചാരണ തടവുകാരനായി തമിഴ്നാട്ടിൽ ജയിലിൽ കഴിഞ്ഞു. 2007 ഓഗസ്റ്റ് 1 ഈ കേസിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ട് പ്രത്യേക കോടതി മദനിയെ വെറുതെ വിട്ടു. 2008 ജൂലൈ 25 ബംഗളൂരു സ്ഫോടന പരമ്പര കേസിൽ വിചാരണ തടവുകാരനായി പരപ്പന അഗ്രഹാര ജയിലിൽ കഴിഞ്ഞ അദ്ദേഹം നിലവിൽ സുപ്രീം കോടതിയുടെ ജാമ്യവ്യവസ്ഥയിൽ കേരളത്തിൽ വിദഗ്ധ ചികിത്സയിൽ കഴിയുകയാണ്. നിലവിൽ കടുത്ത പ്രമേഹം, കാഴ്ചക്കുറവ്, വൃക്കരോഗം തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹം ബുദ്ധിമുട്ടുന്നുണ്ട്. സുപ്രീം കോടതി അനുവദിച്ച ജാമ്യവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലാണ് താമസിച്ചു വരുന്നത്. 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ച വ്യക്തിത്വമാണ് അബ്ദുൽ നാസർ മദനി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം വിചാരണ തടവുകാരനായി കഴിഞ്ഞ വ്യക്തികളിൽ ഒരാളായി അദ്ദേഹത്തെ പല മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം പുറത്തുവരാത്തതും ചർച്ചയായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.